അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ് റബ്ബിശ്റഹ് ലീ സുദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ഹാദാ സിറാതീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിരോധങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. പ്രവാചക മതമെന്നും പൗരോഹിത്യ മതമെന്നും മതത്തെ രണ്ടായി വേർതിരിക്കാമെന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ ശരിയാവണ്ണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക മതത്തെ പൗരോഹിത്യ മതം ഹൈജാക്ക് ചെയ്യുമെന്നും പ്രവാചക മതത്തിൻ്റെ തനതു പാഠങ്ങൾ സമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കപ്പെടുകയും പിന്നീട് പുരോഹിത ജൽപ്പനങ്ങൾ മതമായും മതത്തിൻ്റെ അടിസ്ഥാനമായും ആചാരങ്ങളായും അനുഷ്ഠാനങ്ങളായും ആഘോഷങ്ങളായും തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു രൂപാന്തരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഭൂമുഖത്ത് വന്ന മതങ്ങൾ കുതുബ് സമാവിയുടെ അടിസ്ഥാനത്തിൽ ഭൂമുഖത്ത് ഉണ്ടായി വന്ന മതങ്ങൾ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നൽകിയ വേദങ്ങളും വേദപേജുകളും ഏടുകളുമൊക്കെയായി നിലനിന്നിരുന്ന മതങ്ങൾ ക്രമേണ പൂർണ്ണമായും പുരോഹിത മതങ്ങളായിട്ട് മാറി. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിലനിൽക്കുന്നതുകൊണ്ട് ഇസ്ലാമിക ദർശനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവസാനം വരേക്കും പ്രവാചക മതമായും അതിൻ്റെ പേര് നിലനിൽക്കുന്ന പുരോഹിത മതമായും തന്നെ വേർതിരിഞ്ഞു നിൽക്കും. ഇതൊരു അടിസ്ഥാനപരമായി നാം പഠിക്കേണ്ടുന്ന വസ്തുതയാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന വേദങ്ങൾ ഇപ്പോൾ അതിൻ്റെ തനതു ഭാഷയിലോ ശൈലിയിലോ ഇല്ല. അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നതെല്ലാം പുരോഹിതന്മാരുണ്ടാക്കിയ മതങ്ങളാണ്. പ്രവാചക മതം എങ്ങനെയാണ് പുരോഹിത മതമാവുക എന്നതിൻ്റെ രീതിശാസ്ത്രം വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ അത്തൗബയിലെ 31-ാമത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രൂപാന്തരണത്തെ അല്ലെങ്കിൽ പ്രവാചക മതം പുരോഹിതമായി മതമായി മാറുന്ന കെമിസ്ട്രിയെ
രസതന്ത്രത്തെ ശരിക്കും വിശദീകരിക്കുന്നുമുണ്ട്. ഖുർആൻ പറയുന്നു, സൂറത്ത് തൗബ 31-ാമത് വചനം, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാ. അവർ അവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി മാറ്റി, അല്ലെങ്കിൽ റബ്ബുകളായി സ്വീകരിച്ചു. റബ്ബിൻ്റെ ബഹുവചനമാണ് അർബാബ്. ഇത്തഖദു അവർ സ്വീകരിച്ചു, അഹ്ബാറഹും വറുഹ്ബാനഹും അവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അർബാബ റബ്ബുകളായി സ്വീകരിച്ചു. മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ. അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ഒരു ജഗദീശ്വരനുണ്ട്, ഒരു പരമാത്മാവുണ്ട്, അതുപോലെ ഒരു കർത്താവുണ്ട് എന്ന് ഏകനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അതിലേറെ ദൈവങ്ങളും പുണ്യപുരുഷന്മാരും ഒക്കെയായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായി വന്നു. ആ ഉണ്ടായി വന്ന രീതിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അപ്പോൾ അള്ളാഹുവിനെ വിട്ട് അവർ അവിടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ദൈവങ്ങളായി സ്വീകരിച്ചു. വൽ മസീഹ ബിന മറിയം, ഈസാ നബിയെയും അവർ ദൈവമാക്കി സങ്കല്പിച്ചു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, അവരോടാവട്ടെ അവരിലേക്ക് വന്ന പ്രവാചകന്മാർ, എക്കാലത്തും ഭൂമിയിലേക്ക് വന്ന പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവരോട് കൽപ്പിച്ചത് ഏകനായ അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കാനായിരുന്നു. ലാ ഇലാഹ ഇല്ലാഹുവ, അതെ ആ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷിർക്കിൽ നിന്നെല്ലാം, ഈ ബഹുദൈവ ആരാധന അധിഷ്ഠിതമായ ക്രമത്തിൽ നിന്നെല്ലാം അള്ളാഹു എത്രമേൽ പരിശുദ്ധനാണ്. ഇതാണ് സൂറത്ത് തൗബ 33-ാമത് വചനം. ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, കഴിഞ്ഞുപോയ കാലത്ത് കടന്നു വന്ന മതങ്ങളിൽ ആ മതത്തിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പുണ്യാത്മാക്കളെയും വിശുദ്ധന്മാരെയും ഒക്കെ അവർ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് കൂടെ നിർത്തി, അള്ളാഹുവിനെ കൂടാതെ. ആ പിൽക്കാലത്ത് വന്ന പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലും അവർ പിന്നീട് ദൈവമാക്കി മാറ്റി. ഈ പ്രവാചകന്മാരെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദങ്ങളെല്ലാം ആ വേദങ്ങളിലെ സുവിശേഷകന്മാരായിട്ട് വന്ന ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെല്ലാം അവരോട് പറഞ്ഞിരുന്നത് ഇല്ലാ ലിയഅ്ബുദുല്ലാഹ ഇലാഹൻ വാഹിദ, ഏകനായ അള്ളാഹുവിന് മാത്രം വഴിപ്പെടുക എന്ന് തന്നെയായിരുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല എന്ന വസ്തുതയുമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ഈ വഴി വിട്ടിട്ട് അവർ പുതിയ മതത്തിലേക്ക് ചേക്കേറി, അഥവാ ഒരു പുതിയൊരു മതം ഉണ്ടായിത്തീർന്നു എന്നാണ്. ഈ ആയത്തിൻ്റെ ഒരു സന്ദർഭത്തെ ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ക്രൈസ്തവനായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, അതൈതു റസൂലല്ലാഹ്, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ചെന്നു. ഇസ്ലാം സ്വീകരിച്ച ശേഷമുള്ള ഒരു സന്ദർഭമാണ്, വളരെയൊന്നും കാലം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ തിരുനബിയെ കാണാൻ ചെന്നു. വഫീ ഉനുഖി സ്വലീബും മിൻ ദഹബ്, എൻ്റെ കഴുത്തിൽ സ്വർണത്തിൻ്റെ ഒരു കുരിശുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ അദി, അല്ലയോ അദി, ഇത്ര ഹാദൽ വസന മിൻ ഉനുഖിക്, നിൻ്റെ കഴുത്തിൽ നിന്ന് ഈ വിഗ്രഹത്തെ പറിച്ചെറിയും. ഇത്ര ഹാദൽ വസന മിൻ ഉനുഖിക്, നിൻ്റെ കഴുത്തിൽ നിന്ന് ആ വിഗ്രഹത്തെ പറിച്ചെറി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഖാല, അപ്പോൾ അദി പറയാണ്, ഫതറഹ്തുഹു, ഞാനത് പറിച്ചെടുത്തിട്ട് ദൂരെ കളഞ്ഞു. വന്ദഹൈതു ഇലൈഹി, പിന്നെ ഞാൻ റസൂൽ അടുക്കലേക്ക് തന്നെ തിരിച്ചു വന്നു. അത് പറിച്ച് ദൂരെ കളഞ്ഞിട്ട് തിരുനബിയുടെ അടുക്കലേക്ക് വന്നു. ആ സന്ദർഭത്തിൽ വഹുവ യഖ്റഉ, റസൂലുള്ളാഹി എനിക്ക് ഓതി തന്നു, ഫി സൂറത്തി ബറാഅ, സൂറ ബറാഅയിൽ നിന്ന്, അഥവാ സൂറ തൗബയിൽ നിന്ന്. സൂറ തൗബയുടെ മറ്റൊരു പേരാണ് ബറാഅ. ബറാഅയിൽ നിന്ന് ഫഖറ ഹാദിഹിൽ ആയ, ഈ ആയത്ത് റസൂലുള്ളാഹി ഓതി, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാഹ്, അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അർബാബുകളായി സ്വീകരിച്ചു അള്ളാഹുവിനെ കൂടാതെ. കാലാപ്പോൾ അദീ പറയാണ്, കുൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, ഇന്നാ ലസ്നാ നഅ്ബുദുഹും, ഞങ്ങളിലെ പുരോഹിതന്മാരെ ഒരിക്കലും ആരാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന, ഈ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന അദീന് മുമ്പിൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ അദീ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ പുരോഹിതന്മാരെ ആരാധിക്കാറുണ്ടായിരുന്നില്ല. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് അനുവദിച്ച ഒരു കാര്യം അവർ ഹറാമാക്കിയാൽ ഫതുഹർരിമൂനഹു, അത് നിങ്ങളും ഹറാമായി കണക്കാക്കാറില്ലേ? വയുഹില്ലൂന മാ ഹറമല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാർ ഹലാലാക്കിയാൽ, അനുവദനീയമാക്കിയാൽ ഫതുഹില്ലൂനഹു, അത് നിങ്ങൾ അനുവദനീയമായും കാണാറില്ലേ? ഖാല, അദ്ദേഹം പറഞ്ഞു, കുൽത്തു, അതെ, ബല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്.
അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. ഇബാദത്ത് കേവലം ആരാധന മാത്രമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയൊരു പോയിൻ്റാണിത്. ഇവിടെ അവർ പറയാം, അത് പറയാം, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പുരോഹിതന്മാരെ ആരാധിച്ചിട്ടില്ല. സംഗതി വളരെ ശരിയാ. ക്രൈസ്തവ സമൂഹത്തിലെ പാതിരിമാരെ ഇവരാരും ആരാധിക്കുന്നില്ല. മരിച്ചുപോയി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടക്കം ചെയ്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യും. നമ്മുടെ കൂട്ടത്തിലും ഔലിയാക്കളായി വാഴ്ത്തപ്പെട്ടവരുടെ ഖബറുകളിൽ പോയിട്ട് നമ്മുടെ ആളുകൾ ചെയ്യുന്ന അതേ പണി തന്നെ. അപ്പോൾ അത് ആരാധനയായി മാറും. എന്നാൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായിട്ടുള്ള ആളുകളെക്കുറിച്ച് അവരെ നിങ്ങൾ റബ്ബുകളാക്കി വെച്ചു എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പ്രവാചകരെ അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ. അഥവാ ഞങ്ങൾ അവർക്ക് ഇബാദത്ത് എടുക്കാറില്ല. പ്രയോഗം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇന്നാ ലസ്നാ നഅ്ബുദു, ഞങ്ങൾ അവരെ ആരാധിക്കാറില്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവർ നിങ്ങൾക്ക് ഒരു കാര്യം അള്ളാഹ് അനുവദനീയമാക്കിയിരിക്കെ അവരെ ഹറാമാക്കിയാൽ നിങ്ങൾ ഹറാമായി പരിഗണിക്കും. അള്ളാഹ് നിങ്ങൾക്കൊരു കാര്യം ഹറാമാക്കിയിരിക്കെ അവർ അനുവദിച്ചാൽ നിങ്ങൾ അനുവദനീയമായി കാണും. അപ്പോൾ ഹലാലും ഹറാമും ശരിയും തെറ്റും നിങ്ങളെ പഠിപ്പിക്കുന്നത് അവരാവുകയും അവർ പഠിപ്പിച്ചത് ശരിയായും തെറ്റായി നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഇബാദത്താണ്. അത് അവർക്കുള്ള ഇബാദത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇബാദത്തിന് വഴിപ്പെടുക എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞത്. കേരളക്കരയിൽ അറബി മലയാളത്തിൽ പരിഭാഷ കാലം മുതൽ ഇബാദത്തിന് വഴിപ്പെടുക എന്നാണ് പൂർവ്വസൂരികൾ അർത്ഥം പറയാറ്. അള്ളാഹിൻ്റെ വഴിയിലാവുക എന്ന് പറഞ്ഞാൽ ആരാധന ഉൾപ്പെടെ അള്ളാഹിൻ്റെ കൽപ്പന മുഴുവൻ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ അഥവാ തൊട്ടു മുമ്പ് വന്ന ക്രൈസ്തവ മതം മുതൽ അങ്ങോട്ടുള്ള മതങ്ങൾ, തിരുനബിക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ മതങ്ങൾ, അവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ ആളുകൾ ദൈവങ്ങളായി റബ്ബുകളായി സങ്കല്പിച്ചു. എങ്ങനെയായിരുന്നു ആ രീതി? അവർ പറയുന്നത് കൽപ്പനയായി സ്വീകരിച്ചു. അതിനപ്പുറത്ത് കിതാബ് എന്ത് സുന്നത്ത് എന്ത് നോക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഈ രീതിയിലാണ് പ്രവാചക മതത്തെ പുരോഹിത മതം ഹൈജാക്ക് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചതാണ്. ഇത് മുസ്ലിം സമുദായത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ സംഭവത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാത്തത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഖുർആൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ വിശദീകരണമായ തിരുസുന്നത്തുമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഖുർആനും സുന്നത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാമിക ദർശനത്തെ പൂർണ്ണമായും പൗരോഹിത്യത്തിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിക മതം പ്രവാചക മതം വേറെയും പുരോഹിത മതം വേറെയുമായി വേർതിരിച്ച് പഠിക്കാൻ കഴിയും വിധം വ്യക്തതയുണ്ടാകുമെന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്നതാണ് പഴയ കാലത്തിൻ്റെ പ്രശ്നവും. അതുകൊണ്ട് ഇസ്ലാമിൽ പ്രവാചക മതമായി നിലനിൽക്കും. പണ്ഡിതന്മാർ അതിനെ ഏറ്റെടുക്കും. പുരോഹിതന്മാർ ഈ പറഞ്ഞ വഴിയിൽ പുരോഹിതൻ്റെ ജൽപ്പനങ്ങളുമായി പുതിയ മതങ്ങൾ ഉണ്ടാക്കും. അവർ ഇതിനകത്ത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതിലേക്ക് ആളുകളെ വിളിക്കും, അതിലേക്ക് ആളുകളെ ക്ഷണിക്കും, അവർക്ക് പുതിയ ദീൻ നിർദ്ദേശിച്ചു കൊടുക്കും, പുതിയ അനുഷ്ഠാനങ്ങൾ പറഞ്ഞു കൊടുക്കും, പുതിയ ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കും, പുതിയ ആഘോഷങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കും. ചൊല്ലാനും പറയാനുമൊക്കെ അവർക്ക് വേറെ കുറേ വകകളുണ്ടാകും. ഒരു 313 വക, പിന്നെ ഒരു 18 വക, ഒരു 212 വക, ഇങ്ങനെ ഒരുപാട് വകകളും പിന്നെ കുറേ വ്യത്യസ്തമായ സലാത്തുകളും ദിക്റുകളും ഒക്കെ ആയിട്ട് ഒരു പുതിയ മതം ഇതിനകത്ത് രൂപപ്പെടും. ഇങ്ങനെയാണ് പ്രവാചക മതവും പുരോഹിത മതവും വേർതിരിയുക. ഇത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ഒരു പാഠമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചക മതത്തിൻ്റെ തുടർച്ചയിൽ പണ്ഡിതന്മാരാണ് ഉണ്ടാവുക. ആ പണ്ഡിതന്മാരാവട്ടെ അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അഥവാ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ വഴിയിൽ സഞ്ചരിക്കേണ്ടവരും ആ വഴിയിൽ ജനങ്ങളെ നടത്തേണ്ടവരുമാണ്. അൽ ഉലമാഉ ഉമനാഉർ റുസുൽ, പ്രവാചകന്മാരുടെ പിൻഗാമികളായി നിന്നുകൊണ്ട് ആ പ്രവാചക പാതയിൽ ജനങ്ങളെ നയിക്കുക എന്നാണ് പണ്ഡിതന്മാരുടെ ബാധ്യത. എന്തായിരുന്നു പ്രവാചകന്മാർ ചെയ്തിരുന്നത്? ഹദീസിൽ പറയുന്നു, ഇന്നൽ അംബിയ, നിശ്ചയം പ്രവാചകന്മാർ, ലം യരിസു ദീനാറ, അവരൊരിക്കലും ദീനാറിനെയും ദിർഹമിനെയും അനന്തരം എടുക്കില്ല. അവർ പണത്തിൻ്റെ പിന്നാലെ അല്ല പ്രവാചകന്മാരുണ്ടാവുക. പ്രവാചകന്മാർ പണക്കാരായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. പ്രവാചകന്മാർ ഭരണാധികാരികളായിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും കയ്യിലുള്ള സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഭരണാധികാരിയായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരൊരിക്കലും വലിയ ആസ്തികളുടെ ഉടമസ്ഥന്മാരായിട്ട് കോർപ്പറേറ്റുകളായിട്ടോ മുതലാളിമാരായിട്ടോ ഉണ്ടാവില്ല. എന്നാൽ ഒന്നുമില്ലാതെ പട്ടിണി കടന്ന പ്രവാചകന്മാരുമുണ്ട്. ആശാരിപ്പണി ചെയ്ത പ്രവാചകന്മാർ, കൊല്ലപ്പണി ചെയ്ത പ്രവാചകന്മാർ, ആടുമേയ്ച്ച പ്രവാചകന്മാർ,
ഒന്നിലധികം ബാലചന്ദ്രന്മാർ വീട്ടിൽ അടുപ്പ് പുകയാതെ കണ്ണോക്കി കണ്ട പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹ്. ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒന്നിലധികം ബാലചന്ദ്രന്മാർ, അഥവാ ചന്ദ്രൻ ഉദിക്കുന്ന സമയം ഹിലാൽ, ഉദയചന്ദ്രൻ, ഒന്നിലധികം ഞങ്ങൾ തുടർച്ചയായിട്ട് കാണും വീട്ടിൽ അടുപ്പ് പുകയാതെ. ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, വിഭവങ്ങളില്ലാത്തത് കൊണ്ട് പിന്നെ എന്താണ് കഴിക്കുക? ആരെങ്കിലും ഹദിയായി ഈത്തപ്പഴം കൊണ്ടുതരും, ഈത്തപ്പഴവും പച്ചവെള്ളവുമാണ് ഭക്ഷണം. അങ്ങനെ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ഇങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് ഇന്നൽ അംബിയ ലം യൂരിസു ദീനാറ വലാ ദിർഹമ, അംബിയാക്കൾ ഒരിക്കലും ദീനാറിനെയോ ദിർഹമിനെയോ അനന്തരമെടുക്കില്ല. വൈന്നമാ വരിസുൽ അൽമ്, അവർ അൽ അൽമിനെയാണ് അനന്തരമെടുക്കുക. ശരിയായ വിജ്ഞാനം, ഏകനായ തമ്പുരാൻ, ആ തമ്പുരാന്റെ ദാസന്മാരായി ജീവിക്കുന്ന ജീവിത രീതി, ശരിയായ അറിവ്, അടിസ്ഥാനപരമായ അറിവ്, അതിനെയാണ് അനന്തരമെടുക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരായ പണ്ഡിതന്മാർ ദീനാറിനെയും ദിർഹമിനെയും അനന്തരമെടുക്കേണ്ടവരല്ല. അവർ അധ്വാനിച്ച് ജീവിക്കണം, അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. എന്നാൽ അവർ വലിയ ആസ്തികളുടെ ഉടമസ്ഥന്മാരാവില്ല, അവർ വലിയ പണത്തിൻ്റെ അധിപന്മാരാവില്ല, അവർ വലിയ കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ നേതാക്കന്മാരാവില്ല, അവർക്ക് വലിയ ആസ്തികൾ ഉണ്ടാവില്ല. എന്നാൽ പുരോഹിതന്മാർക്ക് അതെല്ലാം ഉണ്ടാകും. പണ്ഡിതരെയും പുരോഹിതരെയും വേർതിരിച്ചറിയാൻ ഒരുപാട് സ്കെയിലുകൾ, മാനദണ്ഡങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു സൂറ അൽ ഫാത്തിർ. നിശ്ചയം അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് ഭയപ്പെടുക ഉലമാക്കളായിരിക്കും, ശരിയായ അറിവുള്ളവരെന്നാണ്. പണ്ഡിത വേഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിത പട്ടം നേടിയാൾ എന്നതിനർത്ഥമില്ല, അത് പുതിയ ഒരു പ്രയോഗമാണ്. ഈ ആയത്ത് ഖുർആൻ പഠിപ്പിക്കുന്നത് ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നിടത്താണ്, ജൈവശാസ്ത്രം പഠിപ്പിക്കുന്നിടത്താണ്, ജീവശാസ്ത്രവും ഭൂമിശാസ്ത്രവും പഠിപ്പിക്കുന്ന ഭാഗം പറയുന്നിടത്താണ് ഖുർആൻ ഈ പറഞ്ഞത്. പാറക്കല്ലുകളെ നോക്കൂ നിങ്ങൾ, അൽവാന് മുഖ്തലിവ, വ്യത്യസ്തമായ നിറങ്ങൾ. നമ്മൾ വെട്ടിയെടുക്കുന്ന മാർബിളുകൾ കറുത്തതും ചുമന്നതും, ഗറാബിബ് സൂദ്, നല്ല എണ്ണക്കറുപ്പുള്ളതുമായ പാറകൾ ഖുർആൻ പറയാ. അതുപോലെ തന്നെ വ്യത്യസ്തമായ നിറമുള്ള ജന്തുക്കൾ, മൃഗങ്ങൾ, പക്ഷിലതാദികൾ, നിങ്ങൾക്കിടയിലും വർണ്ണവൈവിധ്യം. എന്നിട്ട് അത് പറയുന്നിടത്ത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവൻ്റെ ദാസന്മാർ ഉലമാക്കളാണ്. അപ്പോൾ ഈ ആലിമ് കേവലം കിതാബ് ഓതാൻ പഠിച്ച ആലിമ് മാത്രമല്ല, അൽ ഇൽമ് പഠിക്കണം, അത് നിർബന്ധമാണ്. നേരത്തെ അൽ ഇൽമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ്, ജീവിതത്തെക്കുറിച്ച് ശരിയായ അറിവ്. ആ അറിവിനോടൊപ്പം ആയാത്തുകൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, ഖുർആനിക ആയാത്തുകൾ, ഖുർആനിക വചനങ്ങൾ, പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്ത്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, രണ്ടും ആയാത്ത് തന്നെയാണ്. രണ്ട് ആയാത്തുകളെക്കുറിച്ച് ശരിയായ അറിവുള്ളവർ അവരാണ് ശരിക്കും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതാണ്. അപ്പോൾ അത്തരം പണ്ഡിതന്മാർ നിലനിൽക്കുന്ന കാലത്തോളം പ്രവാചക മതം ശരിയായി വായിച്ചെടുക്കാൻ പറ്റും, പുരോഹിത മതത്തെ വേർതി നിർത്താനും പറ്റും, പുരോഹിത മതത്തെ വേർതിരിച്ച് കാണാനും കഴിയും. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ പണ്ഡിതന്മാരില്ലാതെ പോകും, ക്രമേണ എണ്ണം കുറഞ്ഞു വരും, ഇത് കുറ്റിയറ്റു പോകും, ആധിപത്യം പൗരോഹിത്യത്തിൻ്റെ കയ്യിലാവുകയും ചെയ്യും. റസൂലുള്ളാഹി അതിനെക്കുറിച്ച് പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാസന്മാർക്കിടയിൽ നിന്ന് വിജ്ഞാനത്തെ പെട്ടെന്ന് ഊരിയെടുക്കില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, നല്ല ആലിമീങ്ങളെ ഓരോന്നിനെ ഇങ്ങനെ അല്ലാഹ് തിരിച്ചു വിളിക്കുന്നതോടുകൂടി ക്രമേണ ശരിയായ ജ്ഞാനം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹത്താ ഇദാ ലം യബ്ക ആലിമൻ, അവസാനം ഒരു ആലിമും അവശേഷിക്കാത്ത കാലം വരും. പടച്ചവനെ പേടിയുള്ള, ദീനാറിനെ ഉടമപ്പെടുത്താത്ത, ആസ്തിയുടെ തലക്കത്ത് കയറിയിരിക്കാത്ത ആലിമ്യങ്ങൾ ഇല്ലാത്തൊരു കാലം വരും. ഉള്ളതൊക്കെ ഈ കോലത്തിലായിരിക്കും. അവർ ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും ആളുകളായിരിക്കും. അവർ ഒന്ന് അനങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. ജനനവും മരണവും ഒക്കെ അവർക്ക് വരുമാന മാർഗമാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ പോലും ചൊല്ലിപ്പറയാൻ വേണ്ടി അവർ സംഘടിക്കുകയും നിങ്ങൾ സംഘടിക്കുന്നത് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവർക്ക് പണം വരുമാനമായിട്ട് വരണം. ഈ ഹുബ്ബു റസൂലാകുന്ന വഴിയിലൂടെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ജനങ്ങളെ മൊത്തം കയ്യിലെടുത്ത് അവർ ആസ്തികൾ കെട്ടിപ്പടുക്കും. അവർ വലിയ സംവിധാനങ്ങളുടെ തലപ്പത്ത് കയറിയിരിക്കും പ്രവാചക സ്നേഹത്തെ മുതലെടുത്തിട്ട്. അങ്ങനെ ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ മാത്രമായി പോകുന്ന ഒരു കാലം വരും. പടച്ചവനെ ഭയമുള്ള ആലിമ്യങ്ങൾ ഇല്ലാതാകും. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, അള്ളാഹു വിജ്ഞാനത്തെ എടുത്തു കളയുന്നത്, വിജ്ഞാനത്തെ പിടികൂടുന്നത്, അതിനെ തിരിച്ചു പിടിക്കുന്നത് ഉലമാക്കളെ തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും. ഹത്താ ഇദാ ലം യബ്ക ആലിമൻ, അങ്ങനെ ഒരു ആലിം പോലും അവശേഷിക്കാത്ത കാലം വരും.
ഇത്തഹദന്നാസു റുഅസാ ജഹാല. അപ്പോൾ എന്ത് സംഭവിക്കും? ജനങ്ങൾ വിഡ്ഢികളായ നേതാക്കന്മാരെ സ്വീകരിക്കും നേതാക്കന്മാരായിട്ട്. അഥവാ മറ്റ് നേരത്തെ മറുവിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരുണ്ടല്ലോ, പണത്തെ ഉടമപ്പെടുത്തുന്നവർ, അവരെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഇന്ന് നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളും അത്തരം നേതാക്കന്മാരുടെ അനുയായികളാണ്. അതല്ലാത്തടത്ത് അനുയായി വൃന്ദമുണ്ടാവില്ല. രാഷ്ട്രീയക്കാരന് അവരെ വേണം, കാരണം അവന് വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ അവനെ സുഖിപ്പിക്കും, കൂടെ നിർത്തും. അവർ തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ടാകും, കാരണം അവൻ്റെ കയ്യിൽ അണികളുണ്ട്, അത് വോട്ടാണ്. ഇങ്ങനെ സംഭവിക്കും. ഇത് സംഭവിച്ച കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇത്തഹദന്നാസു, ജനങ്ങൾ സ്വീകരിക്കും, റുഅസാ ജഹാല, ഈ അവിവേകികളായ ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഫസഅലു, എന്നിട്ട് അവർ ഇവരോട് ഫത്വ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ഇസ്ലാമിന്റെ ശരിയായ അറിവിനെ മാറ്റി വെച്ചുകൊണ്ട് അവർ ഫത്വ കൊടുക്കും. ശരിയായ കിതാബ് സുന്നത്തും വെച്ച് ഫത്വ പറയില്ല. എല്ലാറ്റിനും ഇളവുണ്ടാകും, അവിടെ എല്ലാറ്റിനും അനുവാദം ഉണ്ടാകും. അങ്ങനെ ജനങ്ങൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ തന്നെ അവർ ഫത്വ കൊടുക്കും. ഫളല്ലു, അങ്ങനെ ഈ ജനങ്ങൾ വഴികേടിലാകും. വഅളല്ലു, ഈ നേതാക്കന്മാർ ജനങ്ങളെ വഴികേടിലുമാക്കും. ദലാലത്തിലേക്ക് ഒഴുകുന്ന ഒരു ജനത. വേഷം നല്ല വേഷം, ഇസ്ലാമിൻ്റെ വേഷം. കോലം നല്ല കോലം, കയ്യിലോ തസ്ബീഹുമാല, നാവിലോ ദിക്റുകൾ, കൂടിയിരിക്കുന്നിടത്തോ വല്ലാത്ത പാരായണത്തിൻ്റെയും വിർദിൻ്റെയും ഒക്കെ ആത്മീയമായ ചേരുവകൾ. ഇത് കണ്ടാൽ മൊത്തം ഇസ്ലാമാണെന്ന് തോന്നും, പക്ഷേ ഇത് ശൈത്താൻ്റെ കൂടെ സഞ്ചാരമാണ്. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് സഹ അൻഹു അലൈഹിസ്സലാത്തു വസ്സലാം, റസൂൽ സഹീഹായി പിന്നെയും വന്നിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, സതകൂനു ഫിതൻ, കുഴപ്പമുണ്ടാകും, ഫിത്ന ഉണ്ടാകും. ഫിത്ന ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ഉണ്ടാകും. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ടായി പറയുന്നത്. സതകൂനു ഫിതൻ, ഫിത്ന ഉണ്ടാകും. വസതൻഖിലു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, അങ്ങനെ ഇസ്ലാമിൻ്റെ പിരി ഒന്നായി ഒന്നായി ഒന്നിന് പിറകെ ഉടഞ്ഞുടഞ്ഞു പോകും. ഇസ്ലാം ഒരു ബലിഷ്ഠമായ പാശമാണ്. ഖുർആൻ അതിനെ പഠിപ്പിച്ച് വഅ്തസിമു ബിഹബിലില്ല, നിങ്ങൾ അള്ളാഹിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുന്ന, നമ്മളെല്ലാവരും കൂടി ചേർന്ന് പിടിക്കുന്ന ഒരു പാശം, ഒരു വടം നല്ല ഉറപ്പുണ്ടാവണം. നല്ല ബലമുള്ള പിരികൾ ഒന്നിനെ പിറകെ ഒന്നായി ചേർത്ത് വലിച്ച് കെട്ടിയിട്ടുണ്ടാക്കുന്ന പാശമാണ് ഇസ്ലാമിൻ്റെ പാശം. അതാണ് കിതാബും സുന്നത്തും. അതിനെയാണ് ശരിയായ ഉലമാക്കൾ പ്രതിനിധീകരിക്കുക. അപ്പോൾ ആ ബലിഷ്ഠമായ കയറുണ്ടല്ലോ ഇസ്ലാം, അതിൻ്റെ ഉർവത്തൻ ഉർവ, അതിൻ്റെ ഓരോ പിരിയും ഉടഞ്ഞുടഞ്ഞു പോകും. അതിൻ്റെ ആദ്യത്തെ പിരി ഭരണമാണ്. ഇസ്ലാമിൻ്റെ ഭരണം, അതിൻ്റെ അധികാരം, നീതി, അതൊക്കെ ആദ്യം ഇല്ലാതാവും. ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ പോലും നമുക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നും. മിമ്പറിലും ഇമാമ് നിന്നിട്ട് വല്ലപ്പോഴും ഖത്തീബ് ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞാൽ അപ്പം എഴുന്നേറ്റ് ഓടാൻ തക്കത്തോളം ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയ ആളുകളാണ് നമ്മിൽ പലരും. കാരണം കേൾക്കാൻ തന്നെ നമുക്ക് അസ്കതയാണ്. കാരണം ഇസ്ലാമിന് ഭരണമോ എന്നാ ചോദ്യം വളരെ കൃത്യമാണ്. മഹാനായ പ്രവാചകൻ മദീനയിൽ വന്നിട്ട് ആദ്യമായി പള്ളി ഉണ്ടാക്കിയ പ്രവാചകൻ പിന്നെ മാർക്കറ്റ് ഉണ്ടാക്കിയ പ്രവാചകൻ പിന്നെ ഗോത്രങ്ങളൊക്കെ വിളിച്ചു വരുത്തി കരാറുണ്ടാക്കി. മദീന ഇസ്ലാമിക രാഷ്ട്രമായിരിക്കും, നിങ്ങളൊക്കെ ഇവിടുത്തെ പൗരന്മാരാ. യഹൂദനും പൗരനാ, നസ്രാനിയും പൗരനാ, മജൂസിയും പൗരനാ, ഇവിടുത്തെ മുസ്ലിങ്ങളും പൗരന്മാരാ. നിങ്ങൾക്ക് നിങ്ങളെ മതമനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമം ഇസ്ലാമായിരിക്കും. കരാറുണ്ടാക്കി എഴുതി ഒപ്പിട്ടു. രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഭരണഘടനയാണ് തിരുനബിയുടെ മുമ്പിൽ അവർ ഒപ്പിട്ട ഈ ഭരണഘടന. ഇത് വസ്തുതയാണ്. പക്ഷേ ആ വസ്തു ഇന്ന് മുസ്ലിമിന് പോലും ചതുർത്ഥിയാണ്. അത്രത്തോളം ഇസ്ലാമിന് അകന്നു പോകും നമ്മൾ. ഇതൊന്നും സംഭവിച്ച കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയും, ഇസ്ലാമിൻ്റെ ആ ഉറച്ച പാശമുണ്ടല്ലോ, അതിൻ്റെ ഓരോ പിരിയും ഒന്നിന് പിറകെ ഒന്നായി ഉടയും. അങ്ങനെ എന്ത് സംഭവിക്കും? ഫൗവലുഹ, ആദ്യം ഉടഞ്ഞു പോകുന്ന പിരി, ഈ കയറിൽ ആദ്യം ദുർബലമാകുന്ന ഇഴ, നഖ്ലുൽ ഹുക്കും, അതിൻ്റെ ഭരണമാണ്. ഇസ്ലാമിനൊരു ഭരണക്രമം ഉണ്ടെന്നും അത് ഭരണം കൂടി ഉള്ളടങ്ങുന്ന ഒന്നാണെന്നും അതിനൊരു രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ടെന്നും പറഞ്ഞവനെ മതഭീകരനും മതതീവ്രവാദിയും മതരാഷ്ട്രവാദിയുമാക്കി മാറ്റാൻ ധൈര്യം കാണിക്കുന്ന നിസ്കാരത്തഴമ്പുള്ളവൻ. അതാണ് ഈ കാലഘട്ടത്തിന് ദുരന്തം. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി എന്താ സംഭവിക്കുക? ബാക്കി ഓരോ പിരിയും ഇങ്ങനെ ഉടഞ്ഞു പോകും. നിങ്ങൾ നോക്കൂ, സാമ്പത്തിക രംഗത്ത് ഹലാലും ഹറാമും പരിഗണിച്ച് ജീവിക്കേണ്ട മുസ്ലിം നന്നായി നിസ്കരിക്കുമ്പോഴും സമ്പാദ്യം ഹറാമിലൂടെ ആയിരിക്കും. ആസ്തികളെല്ലാം ഉണ്ടാക്കിയത് ഹറാമിൻ്റെ മാർഗത്തിലൂടെ. പക്ഷെ നല്ല നിസ്കാരക്കാരനാണ്, വർഷാവർഷം ഉംറക്കും പോകുന്നുണ്ട്. ഓരോ പിരിയും ഉടഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കും? വാഹിറുഹ, അതിൽ അവസാനത്തെ പിരി അൽ ഖുശൂ, പടച്ചവനെ കുറിച്ച പേടിയാണ്. അതങ്ങ് പോകുന്നതോടുകൂടി സംഗതി ക്ലിയറായി. ഇപ്പം ഇത്തിരി പേടിയുള്ളത് കൊണ്ട് ഒരസുഖം വരുമ്പോൾ പേടി, കൊറോണ പിടിക്കുമെന്ന് പേടി, അതുകൊണ്ട് നിസ്കരിക്കാൻ തന്നെ പള്ളിയിൽ പോകാൻ പേടി. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം പള്ളിയാണ്.
കൊറോണ കാലത്ത് ഏറ്റവും സേഫായ ഇടം ഏതാ? പള്ളി. ആളുകൾ കുളിച്ചിട്ട് വരുന്നു, ജുമുഅക്ക് വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസ് ചെയ്യുന്നു, മാസ്ക് ധരിക്കുന്നു, അകലം പാലിച്ചിരിക്കുന്നു, കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നു, ഉടനെ പള്ളി വീണ്ടും വൃത്തിയാക്കുന്നു. ഇത്രയും സേഫായ ഒരു സ്ഥലം പള്ളിയല്ലാതെ വേറെ ഇല്ല എന്നിരിക്കെ പള്ളിയിൽ വരാൻ മാത്രം പേടി. തെരുവിൽ പേടിയില്ല, ബാറിന് മുമ്പിൽ പോയി നിൽക്കാൻ ഈ പേടി ഉണ്ടാവില്ല, തുറക്കാൻ പോവുകയാണേ. മാർക്കറ്റിൽ പേടിയില്ല, സൂപ്പർ മാർക്കറ്റിലും പേടിയില്ല, എവിടെയും പേടിയില്ല. അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് വരാൻ മാത്രം പേടി. ഇങ്ങനെ ആ ഖുശൂ പോലും ഇല്ലാതാകും. ഇപ്പോൾ ക്രമേണ ഇല്ല, ഈ കെട്ട് പൊട്ടിപ്പോയി. ഇനി ബാങ്ക് കൊടുത്ത ആളുകൾ പള്ളിയിലേക്ക് വരാൻ ഇത്തിരി പ്രയാസ. കൊറോണയൊക്കെ പോയി എന്ന് വിചാരിക്കുക, സ്കൂളുകൾ തുറന്നു എന്ന് വിചാരിക്കുക, അങ്ങാടികൾ സജീവമായി എന്ന് വിചാരിക്കുക, പബ്ലിക് വെഹിക്കിൾസൊക്കെ ഓടിത്തുടങ്ങി എന്ന് വിചാരിക്കുക. പക്ഷേ എങ്കിലും മുസ്ലിം സമുദായത്തിൽ വലിയ ശതമാനവും പള്ളിയിലേക്ക് എത്തില്ല. കാരണം പള്ളിയിൽ പോകുന്ന ആ ശീലവും ആ രീതിയും ആ ഖുശൂവും വറവും ആ ഭക്തിയും പേടിയും തെക്കയുമൊക്കെ അങ്ങ് ഇപ്പോൾ പിരിയറ്റ് പോയിരിക്കുന്നു. അവസാനം ഈ പിരിയും ഒടയുമെന്ന് ഇസ്ലാമിലെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ അറിയണം, അള്ളാഹുവിനെക്കുറിച്ച് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ ഇസ്ലാമിനെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളും. അതിൻ്റെ പിരി നഷ്ടപ്പെടാതെ കൊണ്ട് നടക്കും. അവൻ്റെ ഈമാൻ ബലിഷ്ഠമായ പാശം തന്നെയായിരിക്കും. അവന് ഖുശൂഇനെ തഖ്വയെ വരിക്കും. അവൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കും. ഹലാലായ ഉപജീവനത്തിലൂടെ മുന്നോട്ട് പോകും. സാധ്യമാകുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ചെയ്യും. ഇസ്ലാമിൻ്റെ സമഗ്രമായ ഭാവത്തെ മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിക്കും. അവൻ്റെ മനസ്സിൽ വിപ്ലവമുണ്ട്. ആ മദീനയിലെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ മനുഷ്യർക്കും നീതി ലഭിക്കുന്ന, നിഷ്കൃഷ്ടമായ നീതി കിട്ടുന്ന, വിഭവങ്ങൾ കൃത്യമായി പങ്കുവെച്ച് കിട്ടുന്ന, എല്ലാവരുടെയും സ്വത്തും അഭിമാനവും ജീവനും സംരക്ഷിക്കപ്പെടുന്ന ആ ഉദാത്തമായ ഒരു സങ്കല്പത്തെ താലോലിച്ചുകൊണ്ട് അവൻ ജീവിക്കും. അതൊരു വിപ്ലവമാണ്. വേറെ പല വിപ്ലവത്തെയും കുറിച്ച് പഠിച്ച മുസ്ലിമിന് ഈ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല. വേറെ പല വിപ്ലവത്തെ സ്വപ്നം കണ്ട് വാചാലമാകുന്ന നിസ്കാരത്തഴമ്പുകാരന് തിരുനബിയുടെ ഈ വിപ്ലവത്തെക്കുറിച്ച് വാചാലമാകാൻ കഴിയുന്നില്ല. ഇത്തരമൊരവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. ഇതാണ് പുരോഹിത മതം ഉണ്ടാക്കിയ ദുരന്തം. പ്രവാചക മതം ഇതിനെതിർ പക്ഷത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഒരുപാട് താക്കീത് നമുക്ക് നൽകി. റസൂലുള്ളാഹി പറഞ്ഞു, സൗബാൻ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അല്ല അഇമ്മത്തൽ മുദില്ലീൻ, വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരെയാണ്. വഴി പിഴപ്പിക്കുന്ന നേതാക്കന്മാർ. ഇത് തിരുനബി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മളാരെങ്കിലും പറഞ്ഞെങ്കിൽ സംഗതി പ്രശ്നമായി പോയേനെ. അഇമ്മത്തുൽ മുദില്ലീൻ, വഴിതെറ്റിക്കുന്ന നേതാക്കന്മാർ ധാരാളമുണ്ട്, കൊലപ്പായിട്ട്. പക്ഷേ മുദില്ലീങ്ങളാ, വഴിതെറ്റിക്കുന്നവരാ. അഹമ്മദ്, ദാരിമി, തുർമിദി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. വീണ്ടും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ വിശദീകരിക്കുന്നു. ഉമറുൽ ഫാറൂഖിന് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു മർമ്മത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കി തരാൻ ഉതകും വിധം വിശദീകരിക്കുന്ന വ്യക്തിത്വമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് റസൂൽ അതിന് അൽ ഫാറൂഖ് എന്ന് പേര് കൊടുത്തത്. എന്താ ഫാറൂഖ് എന്ന് പറഞ്ഞ അർത്ഥം? സത്യവും അസത്യവും വേർതിരിച്ചിങ്ങ് കാണിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒരു വിഷയത്തിൻ്റെ മർമ്മങ്ങ് തെളിയിച്ച് കാണിക്കും. ഈ വിഷയത്തെ റസൂലുള്ളാഹി പറഞ്ഞ ഈ വർത്തമാനത്തെ ഉമറുൽ ഫാറൂഖ് വിശദീകരിച്ചു. സിയാദ് ബിൻ ഹദീറിനോട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ താരിഫു മാ യഹ്ദിമുൽ ഇസ്ലാം, ആരാണ് ഇസ്ലാമിനെ പൊളിക്കുക, എങ്ങനെയാണ് ഇസ്ലാം പൊളിയുക എന്ന് നിനക്കറിയുമോ? ഉമറുൽ ഖത്താബിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സിയാദിനോട് ഉമർ ഖത്താബ് ചോദിച്ചു. കുൽത്തു, അദ്ദേഹം പറയാം, ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. കാല, അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യഹ്ദിമുഹു, അതിനെ ആദ്യം പൊളിക്കുക, സല്ലത്തുൽ ആലിം, അവിവേകികളായ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരുടെ വഴിതെറ്റലാണ്. സല്ലത്ത്, വീഴ്ച, വഴിതെറ്റൽ. പണ്ഡിതന്മാരായ ആളുകൾ വഴിതെറ്റി സഞ്ചരിക്കും. അവർ കിതാബിനെയും സുന്നത്തിനെയും വിട്ടിട്ട് അവരുടേതായ വഴിക്ക് നീങ്ങും. അങ്ങനെ അവർ അവരുടേതായ ഒരു ദീനുണ്ടാക്കും. അവർ നൽകുന്ന ഹലാല് ഫത്വ, അവർ നൽകുന്ന ഹറാമ് ഫത്വ. നേരത്തെ അഖ്ബാർ റുഹ്ബാനെ കുറിച്ച് സൂറത്ത് തൗബയിൽ പറഞ്ഞില്ല, അത് തന്നെ. അങ്ങനെ അവരൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി കളയും. അങ്ങനെ സല്ലത്തുൽ മുദില്ലീൻ, സല്ലത്തുൽ ആലിം, ആലിമീങ്ങളുടെ വഴിതെറ്റൽ, പണ്ഡിതന്മാരുടെ വഴിപിഴക്കൽ, അതാണ് ഇസ്ലാമിനെ ആദ്യം പൊളിക്കുക. അപ്പോൾ ഇസ്ലാമിനെ പൊളിക്കുന്ന ഒന്നാമത് പണി കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ പൊളിയാത്ത നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ അഊദുബില്ലാ. വജിദാലുൽ മുനാഫിഖ് ബിൽ കിതാബ്, രണ്ടാമതായ ഇസ്ലാമിനെ പൊളിക്കുക. ഉമറുൽ ഫാറൂഖ് പറയാ റളിയല്ലാഹു തആല അൻഹു, വജിദാലുൽ മുനാഫിഖ് ബിൽ കിതാബ്, ഖുർആനിൽ വിശ്വാസമുണ്ടെന്ന് വാദിക്കുന്ന കപട വിശ്വാസി ഖുർആൻ വെച്ച് തർക്കിക്കും. ഇത് ധാരാളമായിട്ട് കാണുന്നതാ. ഖുർആൻ വെച്ച് തർക്കിക്കും. അപ്പം നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അവൻ ആയത്താണ് ഓതുന്നത്, ആയത്താണ് ഓതിക്കൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് അവരിങ്ങോട്ട് പറയും, മുമ്പൊരിക്കൽ ഒരാൾ നിസ്കാരം 3 വക്താക്കില്ല, ആയത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മളെ ആൾക്കാർ വരെ വായിൽ കേൾക്കാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടുന്ന് കൂട്ടിലേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അത് ഖുർആൻ വെച്ചിട്ടാ. വിശ്വാസിയാണെന്ന് വാദിച്ചുകൊണ്ട് കിതാബിൽ വിശ്വാസമുള്ള മുനാഫിക്കും ബിൽ കിതാബ് എന്നാണ് പ്രയോഗം, ഉമറിന്റെ പ്രയോഗം. മുനാഫിക്കും ബിൽ കിതാബ്, കിതാബിൽ കാപ്പറ്റ് നിലർത്തിക്കൊണ്ട് വിശ്വാസിയാണെന്ന് മുമ്പിൽ പറയുകയും കപടനായി നിന്നുകൊണ്ട് അവൻ ജിദാലുൽ മുനാഫിക് ബിൽ കിതാബ്, ഖുർആൻ മുമ്പിൽ വെച്ച് തർക്കിക്കുന്ന കപടൻ അതിൽ വീണു പോവും. ഇന്നും അങ്ങനെ നമ്മുടെ യുവാക്കളൊക്കെ ഇന്ന് വാട്സപ്പിൽ അങ്ങ് വീണിരിക്കുക. നിരീശ്വരവാദികളുടെ നിർമ്മതവാദികളുടെ ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മളങ്ങോട്ട് വലിയ പണ്ഡിതന്മാരായി. ഇപ്പോൾ ഇവരൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം നിരീശ്വര നിർമ്മതവാദികളായിട്ട് ഇവിടെ രാഷ്ട്രീയം പടച്ച് സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഇത്തരം കുറേ ആളുകളെ വേണം. അവരിതിൻ്റെ അപ്പോസ്തലന്മാരാ. അതുകൊണ്ട് നിരീശ്വര നിർമ്മതവാദികളായ ആളുകൾക്ക് ഫണ്ട് കൊടുക്കാൻ ഇവിടെ ഫാഷിസ്റ്റ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ആളുകളുണ്ടാകും. നിരീശ്വര നിർമ്മതവാദം അവരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് മുസ്ലിം യുവാക്കൾ ഇതിൽ വീണു പോകും. കുറേ ആളുകൾ ഇപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സഞ്ചരിക്കുന്നവർ, അവർക്കിത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. അവർക്ക് ഖുർആനിലെ ഈ ആയത്തിൻ്റെ ന്യായം ഇന്നതാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ ഖുർആൻ വെച്ച് നമ്മൾ തർക്കിക്കും. അങ്ങനെ ജിദാലുൽ മുനാഫിക് ബിൽ കിതാബ്, ഖുർആനിൽ കപടവിശ്വാസം കൊണ്ട് നടക്കുന്നവൻ തർക്കിക്കുന്ന തർക്കം. അവൻ ഖുർആൻ്റെ ആളായിട്ട് രംഗത്ത് വരും, എന്നിട്ടും അവൻ തർക്കിക്കും. മൂന്നാമത് ആരാണ് ദീനിനെ പൊളിക്കുക? വഹുക്കുമുൽ അഇമ്മത്തിൽ മുദല്ലീൻ, വഴിതെറ്റിയ നേതാക്കന്മാരുടെ വിധി പ്രസ്താവം. അഇമ്മത്തുൽ മുദല്ലീൻ, വഴിതെറ്റിയ നേതാക്കന്മാരുടെ ഹുക്കുമ്, വിധികൾ, അവരുടെ ഭരണം, അവരുടെ നിയമനിർമ്മാണം, അവരുടെ ഹറാമാക്കൽ, അവരുടെ ഹലാലാക്കൽ, അവരുടെ ഫത്വ, ഇതെല്ലാം അതിൻ്റെ അർത്ഥമാണ്. അദ്ദാരിമി ഉദ്ധരിച്ച ഹദീസ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തെ ശരിക്ക് വരച്ച് കാണിച്ചു. ദീനിനെ ആരാണ് പൊളിക്കുക? നിങ്ങൾ ഭയപ്പെടണ്ട, ഫാസിസ്റ്റിന് ദീനിനെ പൊളിക്കാൻ കഴിയില്ല. ഇസ്ലാം വിരുദ്ധ, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ ദീനിനെ പൊളിക്കുമായിരുന്നെങ്കിൽ അത് പിന്നീട് പൊങ്ങി വരാൻ പാടില്ല. തുർക്കിയിൽ അത് പൊങ്ങി വന്നു. പള്ളി ഉണ്ടാക്കാൻ പാടില്ലാത്ത തുർക്കി, മദ്രസ ഇല്ലാത്ത തുർക്കി, പള്ളികൾ ബാറുകളായി മാറിയ തുർക്കി, നിർമ്മത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം വിരുദ്ധ ലോബിയുടെ പിന്തുണയോടുകൂടി ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായ തുർക്കിയെ സെക്കുലറിസ്റ്റ് വൽക്കരിച്ചിട്ട് ഇസ്ലാമില്ലാത്ത ഭൂമിയാക്കി മാറ്റി. മദ്രസയില്ലാത്ത, പള്ളിയില്ലാത്ത, ബാങ്കില്ലാത്ത, നിസ്കാരമില്ലാത്ത അങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറ്റി. പള്ളിയില്ലാത്ത, മദ്രസയില്ലാത്ത, ജുമുഅയില്ലാത്ത തുർക്കിയിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്നു. അവരെങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചത്? അവരുടെ മാതാക്കളാണ് കുട്ടികളെ ഇസ്ലാം പഠിപ്പിച്ചത്. അവിടെ ഉമ്മമാർ മടിത്തട്ടിൽ കിടത്തിയിട്ട് മക്കൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. അവരുടെ പിതാക്കന്മാർ ഭൂമുഖത്തോടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ വെച്ചുകൊണ്ട് കുടുംബത്തിൽ ഇസ്ലാമിക ബോധവൽക്കരണം നടത്തി. അവരുടെ പുരുഷന്മാർ ഖുർആൻ ക്ലാസ് എടുത്തു വീട്ടിൽ. അത് തടയാൻ ആർക്കും കഴിയില്ലല്ലോ. അവരുടെ ഉമ്മമാർ കുട്ടികളുടെ ചെവികളിൽ ഇസ്ലാം പറഞ്ഞു കൊടുത്തു. മദ്രസയുടെ പള്ളിയില്ലാത്ത, ഖുത്ബയും വാഴും ഉറുദിയും കേൾക്കാൻ സംവിധാനമില്ലാത്ത, സോഷ്യൽ മീഡിയ വഴി ഒരു ഖുത്ബ കേൾക്കാൻ പോലും സംവിധാനമില്ലാത്ത പതിറ്റാണ്ടുകൾ നീണ്ട കാലഘട്ടത്തിനൊടുവിൽ തുർക്കിയിൽ ഇസ്ലാം എഴുന്നേറ്റുന്നു. അപ്പം ഇസ്ലാമിൻ്റെ എതിരാളികൾ പൊളിക്കില്ല, അവർക്കത് കഴിയില്ല. അവർക്ക് തൽക്കാലം മൂടി വെക്കാൻ കഴിഞ്ഞേക്കും. രക്തത്തിന് മുകളിൽ മണ്ണ് കോരിയിടുന്നത് പോലെ അത് പിന്നെ കിളിർത്ത് വരും. പക്ഷേ ഇസ്ലാമിനെ പൊളിക്കാൻ പറ്റും മുസ്ലിമീങ്ങൾക്ക്, ഇസ്ലാമിൻ്റെ പേര് നിലകൊള്ളുന്ന ആളുകൾക്ക്. ആ 3 കൂട്ടരെ കുറിച്ചാ ഉമർ ഖത്താബി പറഞ്ഞത്, യഹ്ദിമുഹു സല്ലത്തുൽ ആലിം, വഴി പിഴച്ചു പോയ ആലിമീങ്ങൾ, ഇസ്ലാമിന് തെറ്റിപ്പോയ ആലിമീങ്ങൾ. അവർ ഇസ്ലാമിൻ്റെ ആൾക്കാരായിട്ട് രംഗത്തുണ്ടാവും കേട്ടോ. നമ്മളെ കണ്ണിൽ അവർ തെറ്റിപ്പോയവരാ, പക്ഷേ അവരുടെ ആളുകളുടെ കണ്ണിൽ അവർ ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ അപ്പോസ്തലന്മാരാ. അങ്ങനെയുള്ള ആലിമീങ്ങൾ. വജിദാൽ മുനാഫിക് ബിൽ കിതാബ്, ഖുർആനിൻ്റെ ആളായി നിന്നുകൊണ്ട് കപടവിശ്വാസം വെച്ചുകൊണ്ട് തർക്കിക്കുന്ന ആളുകൾ. ഹുക്കുമുൽ അഇമ്മത്തിൽ മുദല്ലീൻ, വഴിപിഴച്ച നേതാക്കന്മാർ നൽകുന്ന വിധി പ്രസ്താവങ്ങൾ, അവർ നിർവഹിക്കുന്ന ഭരണം, അവർ നിർവഹിക്കുന്ന നീതിന്യായം, അവർ നിർവഹിക്കുന്ന വിധി പ്രസ്താവം, ഇതാണ് പുരോഹിതന്മാർ. ഈ പുരോഹിതന്മാർ ചേരുന്ന ഒരു ചേരിയിൽ ഈ പറഞ്ഞൊക്കെ വളർന്നതോടുകൂടി ഇസ്ലാം ആ സമൂഹത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു, വൈന്നഹു മൻ യഅ്ശ് മിൻകും, നിങ്ങളിൽ ജീവിക്കാൻ അവസരമുള്ളവർ, തിരുനബി പറയാം, എൻ്റെ ശേഷം ജീവിക്കാനിരിക്കുന്ന നിങ്ങൾ മുസ്ലിമീങ്ങൾ, ഫസയറാ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളെ കാണും. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നിട്ട് സാധാരണക്കാരൻ പറയും, ഞങ്ങളാകെ പെട്ടിരിക്കുകയാണ്, എന്തെല്ലാം അഭിപ്രായങ്ങളാണ്, എവിടെ കൈ കെട്ടണം, ബിസ്മി ഓതണോ വേണ്ട, ഇതൊക്കെ ഒരു വിഷയം, അതൊരു വിഷയമൊന്നുമല്ല.
പക്ഷെ തർക്കിക്കുമ്പോൾ ഈ സാധാരണക്കാരൻ വാദിക്കും ഞങ്ങളിപ്പോൾ എന്താ സ്വീകരിക്കുക, എത്രയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ സാധാ വിഷയം. അതിനപ്പുറത്ത് ആദർശപരമായി ശിർക്കും ഖുറാഫാത്തും ഇൻഹിറാഫാത്തും ബിദ്അത്തും നടന്നുകൊണ്ടിരിക്കുക. അതാണ് വലിയ പ്രശ്നം. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളം വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. റസൂൽ പറയാ ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി, എനിക്ക് ശേഷം എന്ന ഖുലഫാഉ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗത്തിൽ നിങ്ങളെ നയിച്ച ഖുലഫാഉ റാഷിദീങ്ങളുണ്ടല്ലോ, അവിടെ ചര്യയും പിൻപറ്റണം. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ ശരിക്കും മുറുകെ പിടിച്ചോ. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് ചേർത്ത് കടിച്ചു പിടിക്കൂ. അതെ, കിതാബിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കൂ. അണപ്പല്ല് കൊണ്ട് ചേർത്ത് കടിച്ചു പിടിക്കൂ. എങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. ഈ കാണുന്ന ബഹളങ്ങളൊക്കെയാണ് ഇസ്ലാം എന്ന് വിചാരിച്ചിട്ട്, ഈ കേൾക്കുന്ന വർത്തമാനമൊക്കെയാണ് ഇസ്ലാമിൻ്റെ വർത്തമാനം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഈ വിമർശനങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് മാപ്പ് സാക്ഷിയായി ജീവിക്കണ്ട. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കിതാബിനെ മുറുകെ പിടിക്കണം, സുന്നത്തിനെ മുറുകെ പിടിക്കണം. ആരെങ്കിലും പറയുന്നു എന്നതല്ല നമുക്ക് തെളിവ്, കിതാബും സുന്നത്തും എന്ത് പറയുന്നു എന്നതായിരിക്കണം തെളിവ്. റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു വയ്യാക്കും മുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. മുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി ഉണ്ടായി വരുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദഅത്തിൻ ദലാല, പുതുതായി ഉണ്ടായി വരുന്നതൊക്കെ ദലാലത്ത, വഴികേടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുകയാണ് പ്രവാചക ജന്മദിനം, ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് പോരിഷകൾ, ഒരുപാട് വർത്തമാനം. ഹുബ്ബുർ റസൂലിൻ്റെ ക്യാമ്പയിനിലൂടെ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിച്ചവർ കേരളക്കരയിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ട് അവസാനം കൊണ്ടുപോയി കെട്ടിയത് മുടിപ്രതിഷ്ഠയിലും അതുപോലെ തന്നെ തിരുനബിയുടെ സ്നേഹത്തിൻ്റെ പേരിൽ വരുമാന മാർഗങ്ങളിലുമാണ്. അതൊരു തന്ത്രപരമായ ക്യാമ്പയിനായിരുന്നു. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ. അതിലൂടെ ഇന്ന് കോടികളുടെ സ്ഥിര വരുമാനത്തിൻ്റെ മേൽത്തട്ടിൽ അവരങ്ങനെ വിരാജിക്കുകയാണ്. അവർ പുതിയ പ്രസ്താവനകൾ ഇറക്കുന്നു, ഫത്വകൾ ഇറക്കുന്നു, പുതിയ പരിപാടികൾ. കോവിഡ് പ്രതിരോധ ഘട്ടമായതുകൊണ്ട് തൽക്കാലം ഇത്തിരി ശമനമുണ്ട്, അല്ലെങ്കിൽ പറയണോ പൂരം എന്ന കോലത്തിലാവും കാര്യങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ ശരിക്കും ഭയപ്പെടണം. വയ്യാക്കും മുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ശരിക്കും പേടിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും പുതുതായി ഉണ്ടാകുന്ന എല്ലാം ദലാലത്താണ്. വഖാല റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ജനസമൂഹമില്ലേ യഹൂദരും ക്രൈസ്തവരും ഇന്ത്യൻ അവസ്ഥയിലെ ബഹുദൈവാരാധകരുമൊക്കെ, അവർ കടന്നു പോയ വഴിയിലൂടെ നിങ്ങളും കടന്നു പോകും. അവർക്ക് എന്തൊക്കെയുണ്ട്? നിങ്ങൾക്കുണ്ട്. അവർക്ക് ജന്മദിനമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അവർക്ക് സമാധിയുണ്ട്, നിങ്ങൾക്കതില്ല. നിങ്ങളുടെ പ്രവാചകൻ ജനിച്ച അന്ന് തന്നെയാണ് മരിച്ചിരിക്കുന്നതും, ജനിച്ച അതേ ദിവസം മരണം സംഭവിച്ചത്. അവർക്ക് ജനിച്ചതും മരിച്ചതും വേറെ ആയതുകൊണ്ട് ജന്മദിനാഘോഷവും സമാധി ആഘോഷവും വേറെയുണ്ട്. അവർക്കുള്ളതുപോലെ നിങ്ങൾക്കുണ്ട്. അവർ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾക്കുണ്ട്. അവർക്ക് പ്രതിഷ്ഠകളുണ്ട്, നിങ്ങൾക്കും പ്രതിഷ്ഠകളുണ്ട്. അവർക്ക് ഓരോ പ്രതിഷ്ഠകളുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന സമർപ്പണങ്ങളുണ്ട്, നിങ്ങൾക്കും ഓരോടത്തും പോയി ചെല്ലേണ്ട കാര്യങ്ങളുണ്ട്. അവർക്ക് ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ കേന്ദ്രങ്ങളുണ്ട്, നിങ്ങളും ഇപ്പോൾ ഓരോ ആവശ്യം നിർവഹിക്കാൻ ഓരോ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെല്ലാം അവർക്കുള്ളതുപോലെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ കടന്നുപോയ വഴിയിലൂടെ നിങ്ങളും കടന്നു പോകും. ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഹത്താ ലൗ ദഖലൂ ജുഹ്റ ലുബ്ബിൻ, അങ്ങനെ അവരിൽ ഒരു കൂട്ടർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ കയറി എന്ന് വിചാരിക്കുക. ഉടുമ്പിൻ്റെ മാളത്തിൽ മനുഷ്യന് കയറാൻ കഴിയില്ല, പക്ഷേ എങ്കിലും അങ്ങനെ ചെയ്തു, സാഹസപ്പെട്ട ഒരു കാര്യം ചെയ്തു വിചാരിക്കുക. ലദഖൽതുമൂഹു, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യും. ഇത് സംഭവിക്കും. ആരാണ് ഈ പറയുന്നത്? റസൂലുള്ളാഹിയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു അമലിൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, എൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശമായി ലഭ്യമാകാത്ത ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ റദ്ദുൻ, തള്ളപ്പെടേണ്ടതാണ്. കിതാബും സുന്നത്തും മാതൃകയായി പഠിപ്പിക്കാത്ത ഏത് കാര്യവും ബിദ്അത്താണ്, ദലാലത്താണ്, തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചക മതവും പുരോഹിത മതവും രണ്ടും രണ്ടാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ നമ്മുടെ ഇസ്ലാം പൊളിഞ്ഞു പോകും. മുക്കദ്ദിൽ ഓതി വെച്ച ആയത്ത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, അതുകൊണ്ട് ഇതാണ് ശരിയായ പാത. സിറാത്ത് മുസ്തഖീം ഇതാ, കിതാബും സുന്നത്തും. വഅന്ന ഹാദി സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ ശരിയായ മാർഗം, ഇതാണ് സിറാത്ത് മുസ്തഖീം. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല, അതല്ലാത്ത മറ്റു ഒരുപാട് മാർഗങ്ങളുണ്ട്, നിങ്ങൾ അതിനെ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, എങ്കിൽ നിങ്ങൾ ശരിയായ മാർഗത്തിൽ നിന്ന്
സിറാത്ത് മുസ്തഖീം നിങ്ങൾ വഴിതെറ്റിപ്പോകും. ദാലികും വസ്സാക്കും ബിഹി, അതാണ് നിങ്ങളോട് ഉപദേശിക്കാനുള്ള കാര്യം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കിതാബും സുന്നത്തും മുറുകെ പിടിച്ച് സിറാത്തുൽ മുസ്തഖീം മുന്നോട്ട് പോവുക. അത്തരമൊരു ധാരണയില്ല എങ്കിൽ ബഹളങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും യഥാവിധി മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഊസീകും സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമം തമ്പുരാനടുക്കൽ സ്വീകാര്യമായ സൽക്രമമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹാമാരിയുടെ കെടുതിയിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അല്ലാഹു നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ കുഫ്ര വൽ കാഫിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ ദുൽമ വൽ ളാലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൻ നിഫാഖ വൽ മുനാഫിഖീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.